ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റോട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുനിൽ വാക്സ് മ്യൂസിയം ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ സുനിൽ വാക്സ് മ്യൂസിയത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അകത്തോട്ടൊന്ന് കയറിയാലോ. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയം ആണ് സുനിൽ വാക്സ് മ്യൂസിയം. അപ്പോൾ എന്തൊക്കെയാണ് അകത്ത് കാണാനുള്ളത് നോക്കാം. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഒക്കെ മെഴുകു പ്രതിമകൾ കാണാനുണ്ട് എന്നാണ് അറിഞ്ഞത്. നമുക്കൊന്ന് കയറിയിട്ട് നോക്കാം എന്തൊക്കെയുണ്ട്. ഇതാണ് എൻട്രൻസ്. അകത്ത് കയറുമ്പോൾ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ടൈമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 100 രൂപയാണ് ടിക്കറ്റ്. അതിനുശേഷം ഇതിനകത്തുകൂടെ വന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാച്യൂസൊക്കെ കാണാൻ പറ്റൂ. ഇവിടെ എത്രയൊക്കെ സ്റ്റാച്യൂസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 40ഓളം പേരുണ്ട്. പിന്നെ സുനിൽ എന്ന പേഴ്സണ് കിട്ടിയിട്ടുള്ള കുറേ അവാർഡ്സാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. എൻട്രി വന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ആണുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഡോൺ ടച്ച് എന്ന്, ഒന്നിൽ നമ്മൾ തൊടാനൊന്നും പാടില്ല. ഗാന്ധിജിയുടെ സ്റ്റാച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ പിന്നെയുള്ളത് റൈറ്റ് സൈഡിലായിട്ട് അണ്ണാ ഹസാരെയുടെ സ്റ്റാച്ചു ആണ്. ഇതെല്ലാം മെഴുകി തീർത്തിരിക്കുന്ന പ്രതിമകളാണ്. ഇതിന്റെ സ്കിന്ന് പോലും വളരെ സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത് വരുമ്പോൾ നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ് ഒരു ചെയറിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ, ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളുടെ എല്ലാം ചാച്ചാജിയാണ്, നെഹ്റുജിയുടെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അതും നല്ല സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര പെർഫെക്ഷനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുമ്പോഴാണ് അഭിനന്ദൻ വർത്തമാൻ സായിബാബയാണ്. പുള്ളിക്കാരൻ സ്ലീപ്പിങ്ങിലാണ്, കണ്ണൊക്കെ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ കണ്ണിനൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി അകത്തേക്ക് പോവുകയാണ്. അകത്ത് കയറുമ്പോൾ പ്രകാശ് രാജിൻ്റെ ഇതുപോലെ ഒരു സ്റ്റാച്ചു ആണ്, നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. പ്രകാശ് രാജിനെ കണ്ടിട്ട് നമ്മളിനി കയറി വന്നപ്പോൾ ഇവിടെ ഉള്ളത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ രാജീവ് ഗാന്ധി ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയാണുള്ളത്. ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞാൽ അടുത്തുള്ളത് നമ്മുടെ മാർപ്പാപ്പയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ശ്രീനാരായണ ഗുരു ഇരിപ്പുണ്ട്. ശ്രീനാരായണ ഗുരു കഴിഞ്ഞാൽ നമുക്കിതാ അന്നത്തെ പത്മനാഭനാണ്. അത് കഴിഞ്ഞ് ശ്രീ ജയശങ്കർ. അകത്തേക്ക് കിടക്കാം. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. നമ്മുടെ തിരുവിതാംകൂറിലെ തന്നെ പ്രശസ്തനായ രാജാവാണ്. അതുകൂടാതെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒക്കെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. പിന്നെ പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ സ്റ്റാച്ചു ആണിത്. പിന്നെ കുറേ സിനിമാ താരങ്ങൾക്കുള്ളയും ബാഹുബലിയുടെ ഒക്കെ സ്റ്റാച്ചു ഉണ്ട്. സച്ചിൻ്റെ സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് ശരിക്കും ഒറിജിനൽ പോലെയാണ് ഇരിക്കുന്നത്. ഇവരുടെയൊക്കെ ഹെയർ ഒറിജിനൽ ഹെയറിനെ ആണ് വച്ചേക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇവരെങ്ങനെയാണ് ഈ സ്റ്റാച്ചു ഉണ്ടാക്കാൻ വേണ്ടി അളവെടുക്കുന്നത്, ആരുടെയൊക്കെ ഫോട്ടോസ് അളവെടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത സെക്ഷനിൽ വന്നപ്പോൾ നമുക്കിവിടെ എല്ലാം ഫിലിം ഫിലിം സ്റ്റാർസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. ആദ്യം നമ്മൾ വെങ്കടേഷിനെയാണ് കണ്ടത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറായ നമ്മുടെ ജയനാണ് ഇവിടെ ഉള്ളത്. കൈയൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലുണ്ട്. ഇത് ഭയങ്കര പെർഫെക്ഷനാണ് കേട്ടോ ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഈ കൈയും കാലും എല്ലാം ഭയങ്കര സൂപ്പർ പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ രജനി സാറുണ്ട് അടുത്ത്. അവിടെയും നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരിക്കുന്നതായിരുന്നു. ഇനി നമ്മുടെ മമ്മൂക്കയുണ്ട്. മമ്മൂക്ക രാജാതിരാജാരത്തിലാണ് കേട്ടോ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനെല്ലാം നമ്മുടെ സ്റ്റാർസിൻ്റെതാണ്. അപ്പോൾ ഫിലിം സ്റ്റാർസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി അകത്തേക്ക് കയറാം. അവിടെ PS അച്യുതാനന്ദൻ സാറുണ്ട്. അത് കഴിയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണ സാറുണ്ട്. പിന്നെ ജയലളിത മാം, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അബ്ദുൽ കലാം സാറ്. പുള്ളിയുടെ കൂടെ നമുക്ക് നേരിട്ട് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് ഫോട്ടോസ് സെറ്റൊക്കെ എടുക്കാൻ കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാക്സ് മ്യൂസിയത്തിൻ്റെ അകത്ത് കാണാനുള്ള സ്റ്റാച്യൂസ്. ഇതുവഴിയാണ് എക്സിറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഇതാ വാക്സ് മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞു. വാക്സ് മ്യൂസിയം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാച്യൂസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി ഉണ്ട്, സച്ചിനുണ്ട്, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഒറിജിനലിനെ പോലും വെല്ലുന്ന രീതിയിലായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ വാക്സ് മ്യൂസിയം എന്ന് പറഞ്ഞ് കണ്ടു വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം കാർത്തിക.